ആ എടാ ഒരു സെക്കൻഡ്, എടാ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ്, ഒന്ന് നിൽക്കുക കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്? നമ്മൾ ജസ്റ്റ് എ സെക്കൻഡ് എന്ന് പറയാറുണ്ടല്ലേ? ജസ്റ്റ് എ സെക്കൻഡ്, വന്നു എടാ വന്നു, ജസ്റ്റ് എ സെക്കൻഡ്, അല്ലെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ? അല്ലെ ഗിവ് മി എ സെക്കൻഡ് എന്ന് പറയാറുണ്ട്. ഗിവ് മി എ സെക്കൻഡ്, എനിക്ക് ഒരു സെക്കൻഡ് തപ്പം വരാം. ഗിവ് മി എ സെക്കൻഡ്. നമ്മൾ പറയാറുണ്ട് ഹാങ് ഓൺ എ മൊമെൻറ്റ്, ഹാങ് ഓൺ എ മൊമെൻറ്റ്. ഒരു നിമിഷം നിൽക്കുക, ഒരു സെക്കൻഡ് നിൽക്കുക എന്നിനി അർത്ഥം. ഹാങ് ഓൺ എ മൊമെൻറ്റ് എന്ന് പറയാം. എടാ ഒന്ന് നിൽക്കടാ, ഞാൻ എൻ്റെ താക്കോല് മറന്നു. ഹോൾഡ് ഓൺ, ഐ ഫോർഗോട്ട് മൈ കീസ് എന്ന് പറയാം. ഹോൾഡ് ഓൺ അല്ലേ? ഹോൾഡ് ഓൺ എന്ന് പറയാം. അത് നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്തും നമ്മൾ പറയാറുണ്ട് അല്ലേ? എടാ ഒരു സെക്കൻഡ് നിൽക്കേ എന്ന് പറയാറുണ്ട്. ജസ്റ്റ് ഒന്ന് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൾഡ് ഓൺ പറയാം. അതുപോലൊരു അടിപൊളി പ്രയോഗമാണ് ബെയർ വിത്ത് മീ. ബെയർ വിത്ത് മീ എന്താണ്? ബെയർ വിത്ത് മീ. അതായത് എടാ ഒന്ന് ദയവായി കുറച്ച് നേരം കാത്തിക്കും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എല്ലാത്തിലും ഈ എടാന്ന് കയറി പറയേണ്ട, അതെൻ്റെ ഒരു പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. ആൾക്കാരനുസരിച്ച് നമുക്ക് മാറ്റാം അല്ലേ? ഓക്കെ, അപ്പോൾ ബെയർ വിത്ത് മീ എന്ന് പറയാം കേട്ടോ. ബെയർ വിത്ത് മീ, അതായത് അതിൽ നല്ലൊരു പൊളൈറ്റ്നെസ് ഉണ്ട്. അതായത് ഇത്തിരി വെയിറ്റ് ചെയ്യാൻ ഞാൻ ദേ വരുന്നു കേട്ടോ, ഒരു പ്ലീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, എന്താണ്? ബെയർ വിത്ത് മീ എന്ന് പറയാം. ബെയർ വിത്ത് മീ. ഇനി വളരെ ഫോർമലായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കുഡ് യു ഗിവ് മീ എ മൊമെൻറ്റ് പ്ലീസ് എന്നൊക്കെ ചോദിക്കാം. കുഡ് യു ഗിവ് മീ എ മൊമെൻറ്റ് പ്ലീസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് പുതിയതായിട്ട് തോന്നിയേക്കണേ, പുതിയതെന്നല്ല, നമ്മൾ അധികവും യൂസ് ചെയ്യാതെ കാണുന്നതൊക്കെ ബെയർ വിത്ത് മീ എന്നൊക്കെ പറയുന്നത് നല്ലൊരു പ്രയോഗമാണ് കേട്ടോ. സോ ഇത് ഇവിടെ എഴുതി വെക്കണേ, എന്നിട്ട് യൂസ് ചെയ്യണം കേട്ടോ.